ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മൾ ഇന്ന് ഹൈഡ്രോളിക് മെഷീൻസിന്റെ ഫസ്റ്റ് സെക്ഷൻ ആണ്. അപ്പോൾ ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സെക്കൻഡ് മോഡ്യൂളിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പം ഈ ഒരു ഹൈഡ്രോളിക് എനർജീനെ ഡിഫറെന്റ് ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെഷീനിലൂടെ നമ്മൾ ഹൈഡ്രോളിക് എനർജി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന അത്തരം മെഷീൻസിനാണ് നമ്മൾ ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത്. മെയിൻലി രണ്ടെണ്ണമാണ് നമുക്ക് നോക്കാനുള്ളത്, പമ്പ്സും ടർബൈൻസും. എന്താണ് ഒരു ഹൈഡ്രോളിക് പമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് എന്താ? എന്താണ് ഒരു ഹൈഡ്രോളിക് പമ്പ്? നമ്മളൊക്കെ വെള്ളത്തിന്റെ പമ്പ് വീട്ടിലില്ല, അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പ് ഉപയോഗിക്കുന്നത്? പറഞ്ഞേ, പമ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കിണറ്റിൽ നിന്നൊക്കെ വീട്ടിന്റെ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മോട്ടർ, അതിനെയാണ് നമ്മൾ പമ്പ് എന്ന് പറയുന്നത്, ഹൈഡ്രോളിക് പമ്പ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇറിഗേഷൻ മാത്രമല്ല, വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വെള്ളം ടാങ്കിലേക്ക് എത്തിക്കാൻ ഒക്കെ അതിനു വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന ആ ഒരു മോട്ടറിനെയാണ് നമ്മൾ പമ്പ് എന്ന് പറയുന്നത്. അപ്പം അവിടെ എന്താണ്, ആ ഒരു മോട്ടറിന്റെ മൂവ്മെന്റിലൂടെ ഒരു ഹെഡ് ജനറേറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇതിനകത്തുണ്ടാവുന്ന ഈ ഒരു ഹെഡ് ഉപയോഗിച്ച് ഇത്ര ഹൈറ്റിലേക്ക് വെള്ളത്തിനെ എത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ഹെഡ് അതിന്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന അത്തരം മെഷീൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോളിക് പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള ആക്ഷൻ അനുസരിച്ച് നമുക്ക് അതിനെ പല രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഉണ്ട്. അപ്പൊ പമ്പ് എന്ന് പറയുമ്പോൾ ഓർത്തുള്ള ഈ ഒരു ഹെഡിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഹൈഡ്രോളിക് ഒരു ഹെഡ് ജനറേറ്റ് ചെയ്യുന്നതാണ് എന്ത്? പമ്പ്. ടർബൈൻ കേട്ടിട്ടുണ്ടോ? ടർബൈൻ നമ്മുടെ ഡാമിലൊക്കെ ഉണ്ട്. ഡാമിലൊക്കെ എന്ന് വെച്ചാൽ ഈ വെള്ളത്തിന്റെ ഈ ഒരു മോഷൻ, വെള്ളത്തിന്റെ ഒരു വെലോസിറ്റി അല്ലെങ്കിൽ വെള്ളത്തിന്റെ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് ഈ മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു റൊട്ടേറ്റിംഗ് മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന, ജനറേറ്റ് ചെയ്യുന്ന ആ മെഷീൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടർബൈൻ എന്ന് പറയുന്നത്. പമ്പിൽ എന്തായിരുന്നു? ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യുക. മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും മോട്ടറിൽ ഒരു മെക്കാനിക്കൽ എനർജി നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ്. ഈ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് നമ്മൾ വാട്ടറിനെ ഒരു ഹയർ ഹൈറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു വാട്ടറിന്, വെള്ളത്തിന് ഒരു കൈനറ്റിക് എനർജി ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പമ്പിൽ നടക്കുന്നത്. അത് നേരെ തിരിച്ചായിരിക്കും ടർബൈനിൽ വരിക. വെള്ളത്തിന്റെ മോഷൻ, മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? അവിടെ മെക്കാനിക്കൽ എനർജി. ഈ മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ പിന്നെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പം ഫാനൊക്കെ, വിൻഡ് ഫാനൊക്കെ കേട്ടിട്ടില്ലേ? അതിനെന്താ പറയുന്നത്? കാറ്റാടി. അതിനകത്തും എന്താണ് സംഭവം? ആ ഒരു ഫാനിന്റെ റൊട്ടേഷൻ ഉപയോഗിച്ച് അതിനകത്തേക്ക് എന്ത് ഇൻഡ്യൂസ് ചെയ്യുകയാണ്? ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പമ്പിനെ കുറിച്ചാണ്, പമ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പമ്പിന്റെ ആദ്യത്തെ ടൈപ്പ് ആയിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പായിരിക്കും ഇന്ന് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പമ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അതിന്റെ ടൈപ്സ് തൊട്ട് നമുക്ക് അങ്ങ് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളിന്റെ ആദ്യത്തെ റെക്കോർഡ് സെക്ഷൻ ആണ് ഇത്. പമ്പാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പാണ്. പമ്പിന്റെ നമുക്ക് ആദ്യം തന്നെ അതിന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് നോക്കാം. എ ഡിവൈസ് യൂസ്ഡ് ടു മൂവ് ഫ്ലൂയിഡ്സ് സച്ച് ആസ് ലിക്വിഡ്, ഗ്യാസസ് ഓർ സ്ലറീസ്. ഇറ്റ് ഇൻക്രീസസ് ദി മെക്കാനിക്കൽ എനർജി ഓഫ് ദി ഫ്ലൂയിഡ്. മെക്കാനിക്കൽ എനർജി അവിടെ കൈൻഡിക് എനർജി, അതിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു പ്രഷർ എനർജി ഇൻക്രീസ് ചെയ്യുക. അത് ചിലപ്പോൾ കൈൻഡിക് എനർജി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹെഡ് ആയിട്ട്. ഫ്ലൂയിഡ് ആയതുകൊണ്ട് ഹെഡിലേക്ക് നമ്മൾ അതിനെ ഓർത്താൽ മതി. ലിക്വിഡ് ആയിരിക്കാം, ഗ്യാസ് ആയിരിക്കും, ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പമ്പ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് തള്ളിക്കളയാം. അതിനാണ് നമ്മൾ പമ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഒരു പമ്പിന്റെ ഈ മെക്കാനിക്കൽ എനർജി നമുക്ക് വെള്ളത്തിന്റെ വെലോസിറ്റി കൂട്ടാം, പ്രഷർ കൂട്ടാം, അതേപോലെ തന്നെ നമുക്കൊരു ഹയർ എലിവേഷനിലേക്ക് നമ്മൾ ഇതിനെ പമ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഈ മൂന്ന് എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫ്ലൂയിഡിന്റെ മൂന്ന് എനർജി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. കൈനറ്റിക് എനർജി, പ്രഷർ എനർജി, അതുപോലെ തന്നെ ഹെഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെക്കാനിക്കൽ പമ്പിന്റെ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഹയർ ഹൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ പമ്പ് ചെയ്യുന്നത്. ഓക്കെ, പമ്പിന്റെ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, രണ്ട് തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അതിനകത്തുണ്ടാകുന്നത്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റും ഡൈനാമിക് ഡിസ്പ്ലേസ്മെന്റും. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ്. പക്ഷെ ഈ ഡൈനാമിക്, അതായത് ഒരു മെക്കാനിക്കൽ മോഷൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് ഒരു എക്സാമ്പിൾ ആണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. അപ്പം ഈ ഡൈനാമിക്കും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റും അധികം നോക്കണ്ട, ജസ്റ്റ് നോർത്താൽ മതി. പമ്പിന്റെ രണ്ട്, അതായത് പമ്പിലെ ആക്ഷൻ അല്ലെങ്കിൽ അതിന്റെ മോഷൻ അനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. റെസിപ്രോക്കേറ്റിംഗ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ പമ്പും ഉണ്ട്.
അത് ഓരോന്നായിട്ട് നമുക്കിനി മുന്നോട്ട് പോവാം. കാരണം അതിനകത്ത് നമ്മൾ ഒരുപാട് വൈഡായിട്ട് നിങ്ങൾക്ക് പറയാൻ പോയാൽ അതും അതിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് സിലബസിലുള്ളത് ഈ ഒരു പമ്പും പമ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ മതി. അപ്പം ഓർത്തോളാം, നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പാണ് എന്ന് പറയുമ്പോൾ ഒരു ഡൈനാമിക് പമ്പിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് വന്നത്. അപ്പോൾ ദി പമ്പ് വിച്ച് ജനറേറ്റ് ഹൈ റൊട്ടേഷണൽ വെലോസിറ്റി then convert the resulting kinetic energy of the liquid to pressure energy. അതായത് ഈ ഒരു മോട്ടറിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫാൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്, ഇംപെല്ലർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ഇംപെല്ലർ ഉപയോഗിച്ച് ഇതിനകത്തേക്ക് വരുന്ന ലിക്വിഡ് ഒരു ഹയർ വെലോസിറ്റിയിലൂടെ നമ്മൾ ഒരു ഹയർ ഹെഡിലേക്ക്, ഒരു ഹയർ എലിവേഷനിലേക്ക് നമ്മൾ പമ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് ഇംപെല്ലർ, കേസിംഗ്. ഇംപെല്ലർ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഫാനിനെയാണ് നമ്മൾ ഇംപെല്ലർ എന്ന് പറയുന്നത്. കേസിംഗ് ഉണ്ട്, സക്ഷൻ പൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഡെലിവറി പൈപ്പ് ഉണ്ട്. സക്ഷൻ പൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫുഡ് വാൽവ് ഒക്കെ അല്ലെ, ഈ മോട്ടറിന്റെ താഴേക്ക്, മോട്ടറിൽ നിന്ന് താഴേക്ക് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ആ ഒരു വാൽവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു പൈപ്പിനെയാണ് നമ്മൾ സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. അതിനകത്തൂടെ ആയിരിക്കും വെള്ളം സക്ക് ചെയ്ത് മേലേക്ക് വരുന്നത്. അതിനുശേഷം ഈ ഒരു പമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു പൈപ്പ്, വെള്ളം ഡെലിവർ ചെയ്യുന്ന ആ ഒരു പൈപ്പിനെയാണ് നമ്മൾ ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഈ ഒരു സക്ഷൻ പൈപ്പിൽ നിന്ന് വന്ന നോക്കാം, എന്തായാലും റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവൂലേ, നോക്കാം. ജസ്റ്റ് നോക്കുക, ഈ ഒരു ഇംപെല്ലറിൽ വന്ന ആ ഒരു ഇംപെല്ലർ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ആ ഒരു ഫാൻ അല്ലെ, അതിനകത്തേക്ക് സക്ഷൻ പൈപ്പിലൂടെ എത്തിയ ആ ഒരു ലിക്വിഡ് എപ്പോഴും അവിടെ ഒരു ഹിറ്റിംഗ് അല്ലെങ്കിൽ അതിനകത്തൊരു കൊളക്ഷൻ വരുന്നതുകൊണ്ട് അവിടെ ഒരു വാക്യൂം ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അതിനുശേഷമായിരിക്കും എന്ത്, ഈ സർക്കംഫിഷ്യലായിട്ട് ഈ ഒരു റൊട്ടേഷൻ കാരണം ഫ്ലൂയിഡിലേക്ക് എന്ത് ഇൻഡ്യൂസ് ആവുന്നത്, കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും ഒക്കെ ഇൻഡ്യൂസ് ആവുന്നത്. അതിന്റെ ടേംസ് ഞാൻ പറഞ്ഞു, v²/2g ആയിരിക്കും അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി വരിക. ദി റഷ് ത്രൂ ദി സക്ഷൻ പൈപ്പ് ടു ദി ഐ ഓഫ് ദി ഇംപെല്ലർ. ഇതിനകത്തൂടെ കയറിയ ആ ഒരു ലിക്വിഡ് ഇംപെല്ലറിന്റെ ഐയിൽ എന്ന് പറയുമ്പോൾ ആ ഒരു തട്ടുന്ന ആ ഒരു പോയിന്റ്. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, ഇത് പുറത്തേക്ക് ഇങ്ങനെ റേഡിയൽ ആയിട്ട് പോവുകയാണ്. ആ ഒരു വെലോസിറ്റി v ആണെങ്കിൽ പ്രഷർ ഇൻഡ്യൂസ് ആവുന്നത് v²/2gന്റെ ആ ഒരു ടേംസിലായിരിക്കും. അതിനുശേഷമായിരിക്കും എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ഡെലിവറി പൈപ്പിലേക്ക് ഇത് എൻ്റർ ആവുന്നത്. അപ്പം ഇതാണ് ശരിക്കും ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. മനസ്സിലായല്ലോ? അവിടെ വരുന്നു സക്ഷൻ പൈപ്പിലൂടെ എൻ്റർ ആയ സക്ഷൻ പൈപ്പിലൂടെ എൻ്റർ ആയ ആ ഒരു ലിക്വിഡ് ഓർക്കാലോ, ആദ്യത്തെ ഒരു ടാങ്ക് ഉണ്ട്, ടാങ്കിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു, ടാങ്ക് ആയിക്കോട്ടെ വെല്ലായിക്കോട്ടെ, നമ്മൾ പ്രൈമിങ്, ചില കൂടുതൽ കേസിൽ നമ്മൾ പ്രൈമിങ് ചെയ്യണം. പ്രൈമിങ് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്രൈമിങ് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ഓരോരുത്തരായിട്ട് ചോദിക്കാം അല്ലെ. അപ്പം സെൻട്രിഫ്യൂഗൽ പമ്പാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും ആദ്യം തന്നെ അതിന്റെ കമ്പോണൻസ്, ഏതൊക്കെയാണ്? നമ്മുടെ സക്ഷൻ പൈപ്പ് ഉണ്ട്, ഇംപെല്ലർ ഉണ്ട്, കേസിംഗ് ഉണ്ട്, അതിനുശേഷം ഡെലിവറി പൈപ്പ്. അപ്പം നമുക്കറിയാം സക്ഷൻ പൈപ്പിലൂടെ വന്ന ഈ ഒരു വെള്ളം ഈ ഒരു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം എന്ത് ചെയ്യുന്നു, കേസിംഗിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം മേലേക്ക്, കേസിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു കവറിങ് കേട്ടോ, അത്രയുള്ള കമ്പോണൻസ്. ആദ്യത്തെ ഇംപെല്ലർ, അതിനുശേഷം കേസിംഗ്, പിന്നെ സക്ഷൻ പൈപ്പ്, ഡെലിവറി പൈപ്പ്. ഇത്രയാണ് അതിനകത്തുള്ള കമ്പോണൻസ്. അതിന്റെ വർക്കിംഗ് ഒന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് വരുന്ന ഫ്ലൂയിഡ്, ആദ്യം പ്രൈമിംഗ് ആണ് പറഞ്ഞത്. ഇത്രയും ഹൈറ്റിലേക്ക് ഈ ഒരു വെള്ളത്തിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എയറിനെ ഒഴിവാക്കി ഇത്രയും ഭാഗത്ത് ആ ഒരു വെള്ളം ഫ്ലൂയിഡ് ആവാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രൈമിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? എയർ കാവിറ്റി അല്ലെങ്കിൽ കാവിറ്റേഷൻ ഒഴിവാവാനായിട്ട്. ഓക്കെ, അപ്പൊ പ്രൈമിംഗ് എന്താന്ന് ഞാൻ ഡെഫിനേഷൻ പറഞ്ഞുതരാം. അപ്പൊ ജസ്റ്റ് അത്ര ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു പ്രഷർ എനർജിയാണ് എന്തായിട്ട് പോകുന്നത്, ഈ ഒരു ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ ആണ് നമുക്ക് ഈ ഹെഡും കൈനറ്റിക് എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഹെഡ് എന്ന് പറയുമ്പോൾ ഹൈറ്റിലേക്ക് എത്തുന്നു, അത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഒരു വെലോസിറ്റി ഉണ്ടാവും. എന്താണ് ഈ ഒരു സെൻട്രിഫ്യൂഗൽ, ഈ ഒരു വോർട്ടെക്സ് ഫ്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് പ്രസന്റേഷനിലേക്ക് തന്നെ പോവാം.
ഓക്കെ, അതിന്റെ പാർട്സ് നോക്കുക. ഇത് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം? മോഡറേറ്റ് ഹെഡ് ഇൻക്രീസും അതുപോലെ തന്നെ ഫോർ ഹൈ ഫ്ലോ റേറ്റ്സ്, നല്ല സ്പീഡിലുള്ള മോഷനും അതുപോലെ തന്നെ ഹെഡും മോഡറേറ്റ് ഹെഡിനുമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ക്യാൻ ഹാൻഡിൽ കണ്ടെയ്നിങ് സസ്പെൻഡ്, ചെറിയ രീതിയിലുള്ള ഫ്ലൂയിഡ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു. സെൻട്രിഫ്യൂഗൽ പമ്പ്, ദി ഫ്ലോ ഇൻ ദി സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ, അതായത് ആ ഒരു ഇമ്പല്ലറിൽ നിന്ന് പുറത്തേക്ക് റേഡിയൽ ആയിട്ടായിരിക്കും വെള്ളം പോകുന്നത്. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ, വിച്ച് മീൻസ് ദാറ്റ് എ സർട്ടൻ മാസ് ഓഫ് ലിക്വിഡ് ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ ടോർക്ക്, അതായത് ആ മോട്ടറിന്റെ റൊട്ടേഷൻ ഉപയോഗിച്ച് ഒരു സർട്ടൻ മാസ് ഓഫ് ലിക്വിഡ് എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആൻഡ് റൈസ് ഇൻ ദി പ്രഷർ ഹെഡ് ഓഫ് ദി റൊട്ടേറ്റിംഗ് ഫ്ലൂയിഡ് ടേക്സ് പ്ലേസ്. അപ്പം ഈ റൊട്ടേഷൻ കാരണം അവിടെ ഒരു പ്രഷർ എനർജി ഇൻക്രീസ് ചെയ്യുകയാണ്, ഒരു പ്രഷർ ഹെഡ് ക്രിയേറ്റഡ് ആവുകയാണ്. The rise in the pressure head is proportional to the square of the tangential velocity of the liquid at that point. അപ്പം ഇത് കാരണം ഉണ്ടാകുന്ന ഈ ഒരു റൈസ് ഇൻ പ്രഷർ ഹെഡ്, എത്രയാണോ ആ പ്രഷർ ഹെഡ് ഇൻക്രീസ് ചെയ്തത് അതെന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ടാൻജൻഷ്യൽ വെലോസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും പറയുന്നത്. v²/2g, അതേ ഇക്വേഷൻ ആണ് കേട്ടോ. Thus at the outlet of the impeller where the radius is more, the rise in the pressure head will be more and the liquid will be discharged at the outlet with a higher pressure head. Due to this pressure head, the liquid is lifted at a higher level. അതായത് ഈ രീതിയിലാണല്ലോ ഒരു ഇമ്പല്ലർ ഉണ്ടാവുക, ആ ഫാൻ. അപ്പം ഇതിന്റെ പുറത്ത് റേഡിയസ് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ആ ഒരു വെലോസിറ്റിയും കൂടുതലായിരിക്കും. അപ്പം ഈ ഒരു ഭാഗത്ത് ഒരു ഹയർ പ്രഷർ, ഇവിടത്തേനേക്കാളും കുറച്ചും കൂടെ കൂടിയ ഒരു പ്രഷർ ആയിരിക്കും ഇമ്പല്ലറിന്റെ പുറത്തുണ്ടാവുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ പ്രഷർ ഹെഡ്, അതായത് ഇമ്പല്ലറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്തോറും വെലോസിറ്റി കൂടുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതൊരു സക്ഷൻ ഫോഴ്സ് ആയിട്ട് വരും. ഈ ഹൈയർ പ്രഷർ ഹെഡ് ആണ് എന്തായിട്ട് കൺവേർട്ട് ആയി പോകുന്നത്? നമ്മുടെ കൈനറ്റിക് എനർജിയും ഹെഡും ആയിട്ട് കൺവേർട്ട് ആയി പോകുന്നത്. ഓക്കെ, liquid forced into the impeller, rains pass kinetic energy to the liquid rotates the leaves of the impeller. Fluid casing converts the kinetic energy into pressure energy. ആ ഒരു കേസിംഗ് എന്ത് ചെയ്യുന്നു? ഈ ഒരു കൈനറ്റിക് എനർജീനെ എന്താക്കി മാറ്റുന്നു? പ്രഷർ എനർജി ആക്കുന്നു. കാരണം ഒരു ഹയർ പ്രഷറിലായിരിക്കും ഈ വെള്ളം, ആ ഒരു പ്രഷർ ഉപയോഗിച്ചായിരിക്കും ഇത് മേലേക്ക് കയറി പോകുന്നത്. ഇനി ഇതിന്റെ ഇമ്പലേഴ്സിന്റെ ടൈപ്പ്, ആദ്യത്തെ ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആ വെയിൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, ഒരു കവറിങ് പോലെ ഒന്നുമില്ല. രണ്ടാമത്തെ സെമി ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ബ്ലേഡ്സ് കുറച്ചും കൂടെ വൈഡ് ആയിരിക്കും. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ക്ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്തൂടെ കയറുന്ന വെള്ളം ഈ ഒരു ഗ്യാപ്പിൽ കൂടെ മാത്രമേ പുറത്തേക്ക് പോകുന്ന ഒരു കേസില്ല, തെറിച്ചു പോകുന്നില്ല. ഒരു ക്ലോസ്ഡ് ഇതിനകത്തൂടെ ആയിരിക്കും ഈ വെള്ളം പുറത്തേക്ക് റിലീസ് ആവുന്നത്. അതാണ് ക്ലോസ്ഡ് ഇമ്പല്ലർ. ഓക്കെ, ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന പല ഹെഡ്സ് ഇതുകൊണ്ട് നമുക്ക് നിർത്താട്ടോ. ഈ ഒരു പ്രഷർ ഹെഡും കൂടെ പറയാനുള്ള. ആദ്യത്തത് സക്ഷൻ ഹെഡ്. സക്ഷൻ ഹെഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ടാങ്ക് അല്ലെങ്കിൽ വെല്ല് എന്തായിക്കോട്ടെ. ഇതാണ് നമ്മുടെ പമ്പ്, ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ടാങ്ക്. ഇത് ടാങ്ക് അല്ല, സമ്പ് എന്ന് പറയാം കേട്ടോ. സമ്പ് അല്ലെങ്കിൽ വെല്ല്, കാരണം മറ്റേ കൺഫ്യൂഷൻ ആയിപ്പോ. അപ്പൊ ഇവിടെ നോക്കുക, ഈ ഒരു പമ്പിലേക്ക് വെള്ളം എത്താൻ ഉപയോഗിക്കുന്നത്, അതായത് ഇതിന്റെ ടോപ്പ് മുതൽ പമ്പിന്റെ സെന്റർ വരെയുള്ള ഈ ഒരു ഹൈറ്റ്, ഈ ഒരു ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമതായിട്ടുള്ളത് ഡെലിവറി ഹെഡ്. ഇതിന്റെ സെന്റർ മുതൽ നമ്മുടെ ടാങ്കിന്റെ ആ വെള്ളം ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഹൈറ്റ് വരെയുള്ള ഈ ഒരു ഹെഡ്, ഈ ഒരു ഹൈറ്റ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെലിവറി ഹെഡ്, സക്ഷൻ ഹെഡ്. ഇനി എന്താ ഉള്ളത്? സ്റ്റാറ്റിക് ഹെഡ്. ഈ ഡെലിവറി ഹെഡിന്റെയും സക്ഷൻ ഹെഡിന്റെയും കൂടെ സമ്മാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്റ്റാറ്റിക് ഹെഡ് ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? ഡെലിവറി ഹെഡ് പ്ലസ് സക്ഷൻ ഹെഡ്, ഇതാണ് സ്റ്റാറ്റിക് ഹെഡ്. ഇനി ഒരു ഹെഡും കൂടെ ഉണ്ട്, മാനോമെട്രിക് ഹെഡ്. മാനോമെട്രിക് ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് എത്ര എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് എത്താൻ സാധിക്കൂ, ആ ഒരു കൺസെപ്റ്റ്. അതായത് എത്രമാത്രം ഹെഡ് ജനറേറ്റ് ആവണം ഇതിനു വേണ്ടിയിട്ട്, ഈ ഒരു സ്റ്റോറേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. സെക്കൻഡ്,
അപ്പം ഇതിനകത്ത് ജസ്റ്റ് നോക്കിക്കേ, എത്ര ഹെഡ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക? ഈ ഒരു പമ്പ് വർക്ക് ചെയ്യേണ്ടത് എത്ര ഹെഡിനെ ഓവർകം ചെയ്യാനാണ്? അതാണ് എന്ത്? മാനോമെട്രിക് ഹെഡ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഓർക്കാൻ എളുപ്പമാണല്ലോ എന്ന് ഓർത്ത് നോക്കിയതാണ്. നോക്കാം. അതിനകത്ത് ഉണ്ടാവുന്ന ഹെഡ് എന്ന് പറയുന്നത് ഒന്ന് HS സ്റ്റാറ്റിക് ഹെഡ്, സക്ഷൻ ഹെഡ് പ്ലസ് പിന്നെ ഡിസ്ചാർജ് ഹെഡ് HD. ഇത് രണ്ടും കൂടെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഹെഡ് ക്യാപിറ്റൽ HS ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. പ്ലസ് പിന്നെ എന്തും കൂടെ ഉണ്ടാവും? ഫ്രിക്ഷൻ ഇൻ ദി സക്ഷൻ പൈപ്പ്. ഈ സക്ഷൻ പൈപ്പിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ലോസ്. പിന്നെ എന്തും കൂടെ ഉണ്ടാവും? HFD. ഡെലിവറി ഹെഡിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ലോസ്, അതാണ് HFD. പിന്നെ എന്തുകൂടെ ഉണ്ടാവും? അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി v²/2g. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അതായത് ജസ്റ്റ് നോക്കുക, നെഗറ്റീവും പോസിറ്റീവും പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിലേക്ക് വെള്ളം വലിച്ചെടുക്കുകയാണ് വേണ്ടത്, അല്ലെ? പുള്ളി ചെയ്യുക ചെയ്യേണ്ടത്. അങ്ങനെ പുള്ളി ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ നെഗറ്റീവായിട്ട് കൊടുത്തത്. ഓക്കെ, അതായത് ശരിക്കും ഈ സെൻട്രിഫ്യൂഗൽ പമ്പിന് ഈ ഒരു നെഗറ്റീവ് പുള്ളി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഈ പ്രൈമിങ് ചെയ്തതിന് ശേഷം അത്രയും ഭാഗത്തു നിന്ന് വെള്ളം സക്ക് ചെയ്തെടുക്കുമല്ലേ, അതുകൊണ്ടാണ് അവിടെ നമ്മൾ നെഗറ്റീവായിട്ട് കാണിച്ചത്. പിന്നെ ഇവിടുന്ന് വെള്ളം പുഷ് ചെയ്യുക ചെയ്യുന്നത്, വെള്ളം പുറത്തേക്ക് പുഷ് ചെയ്യുക ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് എടുത്തു. സക്ഷൻ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും വലിച്ചെടുക്കുന്ന ആ ഒരു പ്രഷറാണ്. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും സാധാ ഒരു പ്രഷർ മതി, പുറത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുവാണ്, പുഷ് ചെയ്യുവാണ്, അതുകൊണ്ട് പോസിറ്റീവ്. റെഡി? അപ്പൊ ഇവിടെ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? മാനോമെട്രിക് ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സെൻട്രിഫ്യൂഗൽ പമ്പിന് വേണ്ട ആ ഒരു ഹെഡാണ് കേട്ടോ. മൊത്തത്തില് എവിടെ മുതൽ ഇവിടം വരെ വെള്ളം പമ്പ് ചെയ്യാനുണ്ടാവേണ്ട ഹെഡ് എത്രയാണ്, അതിന് കൂടെ തന്നെ ഫ്രിക്ഷണൽ ലോസും കൂടെ കൂട്ടണം, വെലോസിറ്റിയും കൂടെ കൂട്ടണം. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സമ്മാണ് എന്ത്? മാനോമെട്രിക് ഹെഡ്. ഓർത്തോളാ, സക്ഷൻ ഹെഡ്, പ്രഷർ ഡെലിവറി ഹെഡ്, അതിന്റെ കൂടെ തന്നെ മാനോമെട്രിക് ഹെഡ്, സ്റ്റാറ്റിക് ഹെഡ്. ഈ 4 ഹെഡിന്റെ ടേംസും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. നമുക്കിനി അടുത്ത ഒരു സെക്ഷൻ കൂടെ ഉണ്ട്, അതിനകത്ത് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.